നീ ചെയ്ത തെറ്റിന് ഞാനെന്തിനാ അവരോട് വെക്കണം? ചെറ്റത്തരം കാണിച്ചത് ഞാനല്ല, അവരാ. എന്താ നീ പറഞ്ഞേ? യെസ്, ഫോട്ടോ അയച്ചത് നീയാണ്. നിന്റെ കയ്യിലെ ഫോണിൽ നിന്ന് ചാരു എങ്ങനെ ഫോട്ടോ അയച്ചു? അതെ, ഫോൺ മോഷ്ടിച്ച ശേഷം ഇവൾ അയച്ചു കൊടുത്തു. അങ്ങനെ പറഞ്ഞു കൊടുക്കും മോളെ. എനിക്ക് തോന്നിയിരുന്നു ഇതിന് പിന്നിൽ ഇവളുടെ കൈയുണ്ടാവൂന്ന്. മതിയമ്മായി, തെറ്റ് ചെയ്തവര് പിടിക്കപ്പെട്ട അത് നിരപരാധികളുടെ തലയിൽ കെട്ടിവെക്കുന്നത് സർവ്വസാധാരണമായ കാര്യമാണല്ലോ. ആ ടെക്നിക്കാ ശ്രേയ മാഡം യൂസ് ചെയ്യുന്നത്. അമ്മ ഇവൾക്ക് കൂടുതൽ സപ്പോർട്ട് കൊടുക്കണ്ട. സത്യം തെളിഞ്ഞ വാവിട്ട വാക്കേ തിരിച്ചെടുക്കാൻ പറ്റില്ല. മറ്റുള്ളവരെ പറഞ്ഞു വിശ്വസിപ്പിച്ച സത്യം സത്യമല്ലാതാവുന്നില്ല ചാരു. നീയാണ് എന്റെ ഫോൺ മോഷ്ടിച്ച് ഫോട്ടോ അയച്ചത്. ഞാൻ എപ്പോഴാണ് നിന്റെ ഫോൺ മോഷ്ടിച്ചത്? അതാ ഞാനും ആലോചിക്കുന്നത്. പക്ഷെ മോഷ്ടിച്ചത് നീയാ. ആ, ഇപ്പൊ ഓർമ്മ വന്നു. ആ കുട്ടിയെ കാണാതായ സമയത്ത് നമ്മൾ അവിടെ പോയില്ലേ? ആ സമയത്താ എന്റെ ഫോൺ കാണാതായത്. അപ്പൊ ഞാനത് ശ്രദ്ധിച്ചില്ല. അരവിന്ദ് വന്ന് വഴക്കുണ്ടാക്കി പോയതിനു ശേഷമാ ഞാനത് അറിഞ്ഞത്. ഭാര്യയും ഭർത്താവും ചേർന്ന് ഒരുക്കിയ കെണിയായിരുന്നു എന്ന്. നിങ്ങള് ഞാനും അരവിന്ദും സന്തോഷത്തോടെ ഇരിക്കാതിരിക്കാൻ ഓരോ കാര്യങ്ങൾ പ്ലാൻ ചെയ്തുകൊണ്ടേയിരുന്നു. ആ ശല്യം കാരണമാണ് ഞാനും അരവിന്ദും ഹണിമൂൺ എന്നും പറഞ്ഞ് വാഗമണിലേക്ക് പോയത്. ആ സമയത്ത് നിങ്ങൾക്ക് രണ്ടുപേർക്കും ഇവിടെ വീട്ടിലിരുന്നാ മതിയായിരുന്നല്ലോ. എന്തിനാ ഞങ്ങളുടെ പിന്നാലെ വന്നത്? ഞങ്ങളെ കണ്ടപ്പോ ഹണിമൂണിന്റെ മോഹം രണ്ടിന്റെ മനസ്സിൽ പൊട്ടിമുളച്ചോ? ഓക്കെ, മോഹം വന്നോട്ടെ. എന്തിനാണ് വാഗമൺ വന്നത്? വല്ല പൊന്മുടിയിലോ വാൽപ്പാറയിലോ പോവായിരുന്നില്ലേ? എന്തിനു വേണ്ടിയാണ് ഞങ്ങൾ മുറിയെടുത്ത അതേ റിസോർട്ടില് നിങ്ങൾ രണ്ടും മുറിയെടുത്തത്? ഞാനും അരവിന്ദും ഹണിമൂൺ എൻജോയ് ചെയ്യാൻ പാടില്ല, അതുകൊണ്ടല്ലേ? ഞങ്ങൾ ഒരിക്കലും ഒന്നിക്കരുത്, തല്ല് പിടിച്ച് തീരണം. അതായിരുന്നില്ലേ നിങ്ങളുടെ പ്ലാൻ? അത് പ്രകാരം ഓരോ ദിവസവും ഒരു ജീവിതം തുടങ്ങാൻ ഞങ്ങളെ അനുവദിക്കാതെ ഓരോ തടസ്സങ്ങൾ ഉണ്ടാക്കി. അതും പോരാഞ്ഞ് എന്റെ ഫോണിൽ നിന്ന് ഏതോ കൊട്ടേഷൻ ടീമിന് ഫോട്ടോ അയച്ച് അരവിന്ദന്റെ ജീവൻ തന്നെ ഇല്ലാതാക്കാൻ നോക്കി. അത് നിനക്കങ്ങനെ അറിയാം? നിങ്ങൾ രണ്ടുപേരും സന്തോഷമായിട്ടിരിക്കാൻ വേണ്ടിയാ ആകാശും ചാരുമോളും വാഗമണിലേക്ക് വന്നത്. അതെനിക്കറിയാം. എന്നോട് പറഞ്ഞിട്ടാ അവര് വന്നത്. ദേ, നിങ്ങളോട് പറഞ്ഞെന്ന് വെച്ചാൽ അത് സത്യാവോ? ഓരോ മുട്ടി ന്യായങ്ങൾ പറഞ്ഞ് പറ്റിച്ച് ഇവരുടെ സന്തോഷവും ആഘോഷവും ഇല്ലാതാക്കാൻ പോയതാ ഇവര് രണ്ടും കൂടെ. ആണോ? അത് നീ കണ്ടോ? ഞാനെന്തിനു കാണണം? പൊന്നുവിന്റെ ഫോൺ ഇവര് കട്ടെടുത്തില്ലേ? ചാരുമോളെ എല്ലാവർക്കും നന്നായിട്ട് അറിയാം. ഒരുത്തി ഓരോ നുണക്കഥ മെനയുന്നു. അതിന് ചുക്കാൻ പിടിക്കാൻ നീയും. ഞാൻ പറഞ്ഞത് നുണയല്ലെന്ന് തെളിയിച്ച അങ്കിൾ എന്നെ വിശ്വസിക്കോ? ദൈവത്തെ ദൈവമല്ലാന്ന് ചെകുത്താൻ തെളിയിക്കാൻ പോകുന്നു. ഞാൻ തെളിയിക്കാം. അപ്പ അറിയാലോ ആരാ ദൈവമെന്നും ആരാ ചെകുത്താനെന്നും. ഈ സമയത്തും എന്റെ ഫോൺ ദേ ഇവളുടെ കയ്യിലാ. ചാരു, നീ എന്റെ ഫോൺ എവിടെ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നേ? ചാരുവിന്റെ കയ്യില് നിന്റെ ഫോൺ ഇല്ലെങ്കിൽ അരവിന്ദനായിട്ട് ഡിവോഴ്സ് നോട്ടീസ് തരണ്ട. അരവിന്ദ് കെട്ടി ഈ താലി ഞാൻ അയച്ചു തന്നിട്ട് പൊയ്ക്കോളാം. സമ്മതിച്ചു. നീ ചെക്ക് ചെയ്തോ? നിന്നെ എന്തിനു ചെക്ക് ചെയ്യണം? അവള് പരിശോധിക്കട്ടെ കൊച്ചേട്ടാ. എനിക്ക് നിങ്ങളുടെ രണ്ടുപേരുടെയും ബാഗ് ഒന്ന് പരിശോധിക്കണം. ഇല്ല,
നടക്കില്ല. അക്കുച്ചേട്ടാ വേണ്ട, പരിശോധിച്ചോട്ടെ. ഏയ്. ശരി. നാ പരിശോധിക്ക്.